ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് മണക്കാട് ആറ്റുകാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും കുംഭമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. അതിൽ 9ാമത്തെ ദിവസമാണ് സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ 9 ദിവസവും നടന്നേക്കുന്ന കാഴ്ചകൾ എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആറ്റുകാൽ ക്ഷേത്ര പരിസരങ്ങളിലും അതുപോലെ തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിലുമായിട്ട് എന്തൊക്കെ ആഘോഷങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്, പൊങ്കാല എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നീ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവും അതുപോലെ ഈ പൊങ്കാലയുടെ കാഴ്ചകളും ഒന്ന് കണ്ടു നോക്കിയാലോ. ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസിലാട്ടോ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഇത് അമ്പലത്തിന്റെ ആ ഒരു ഗോപുരമാണ്. ഇപ്പം ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇലൂമിനേറ്റഡ് ആണ്. അല്ലെങ്കിൽ തന്നെ ഇതിനകത്തുള്ള ശില്പങ്ങളൊക്കെ എല്ലാം വളരെ കളർഫുള്ളാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. ആറ്റുകാൽ ക്ഷേത്രമേ ശരിക്കും പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന്റെ തീരത്താണ്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ആറ്റുകാലിനെ കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, എങ്ങനെയാണ് എത്തേണ്ടതെന്നൊക്കെ അറിയാം. വെളിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ട്രെയിനിലാണ് ബസ്സിലാണ് വരുന്നതെങ്കിലും തമ്പാനൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് ബസ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി, ഓട്ടോ എല്ലാം അവൈലബിൾ ആണ്. വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്താനായിട്ട്. ഇനി നിങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലോട്ട്. അവിടെയും എല്ലാ മോഡ് ഓഫ് കൺവെയൻസും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമല്ല, വളരെ സൗകര്യപ്രദമായിട്ട് വന്ന് ദർശനം നേടിയിട്ട് പോകാൻ സാധിക്കും. ഉത്സവം നടക്കുന്നത് കാരണം അതിഭയങ്കരമായ റഷാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നോർമലായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ റഷ് ഉണ്ടാവും, പക്ഷേ ഇത്രയും റഷ് ഒരിക്കലും വരാറില്ല. ഇതിപ്പം പൊങ്കാല മഹോത്സവം നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന വിഷ്വൽസേ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ഷൂട്ട് ചെയ്തേക്കുന്നതല്ല. ഈ 10 ദിവസത്തിനിടയിൽ പല പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്ന വിഷ്വൽസാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിൽ പല നേർച്ചകളും നേർന്നു കഴിഞ്ഞിട്ട് ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അതുപോലെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുക്കുന്ന എല്ലാ വിഷ്വൽസും അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് ഞാൻ കണ്ട കാഴ്ചകളാണ്. ഇവിടെ പല സ്റ്റേജുകളിലായിട്ട് പല തരത്തിലെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 4 സ്റ്റേജാണ് ഞാനിവിടെ കണ്ടത്. 4 ടൈപ്പ് സ്റ്റേജസ് പല സ്ഥലത്തായിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ പാതിരാത്രി വരെ ഏകദേശം 1 മണി 2 മണി വരെ ഓരോ സ്റ്റേജിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കലാപരിപാടികൾ നടക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ അതുപോലെ വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ, എല്ലാ സ്റ്റേജിലും എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പം എല്ലാ ദിവസത്തെയും എല്ലാ പ്രോഗ്രാമും അല്ല ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ വന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ട പ്രോഗ്രാംസിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്ക് 4 സ്റ്റേജിൽ മാറി മാറി ഒന്ന് പോയി നോക്കാം. ഈ സ്റ്റേജസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ആക്ച്വലി ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള ആ ഒരു വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടിലാണ്.
ഇത് ശരിക്കും അമ്പലത്തിന്റെ പാർക്കിംഗ് സ്പേസ് ആണ്. ഈ കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസ് പക്ഷേ ഇതിവിടെ പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു ഹോട്ടൽ തന്നെയാണ്. ബോട്ടിൽഡ് ഡ്രിങ്ക്സിന്റെ കാലമാണെങ്കിൽ പോലും ഇത് കണ്ടോ, ഇവിടെ കുറേ ലേഡീസ് നിന്നിട്ട് വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ഇങ്ങനെ കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഈ ഗ്രൗണ്ടിന്റെ തന്നെ വേറൊരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഉത്സവ പറമ്പിന്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പല തരത്തിലുള്ള കടകളാണ് ഇവിടെ ഉള്ളത്. അതായത് സ്നാക്സ് കൊടുക്കുന്ന കടകൾ, പിന്നെ ഫുഡ് കൊടുക്കുന്ന കടകൾ, പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന പല തരത്തിലുള്ള കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ കടകളുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കാം. എന്തെല്ലാം തരം കടകളാണ്, എന്തൊക്കെ കച്ചവടമാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു നോക്കാം. ശരിക്കും പറഞ്ഞാലേ ഈ ഉത്സവ സമയത്ത് അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് തൊഴുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതുപോലെയുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങുക, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക, പിന്നെ അവിടെ നടക്കുന്ന കലാപരിപാടികളൊക്കെ കാണുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. അതല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉത്സവത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത്, അല്ലേ? സമയം രാത്രി ഇപ്പോൾ ഏകദേശം 12 മണിയായെങ്കിലും ഇപ്പോഴും തിരക്കിന് ഒരു കുറവുമില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും തൊഴാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതുവഴി ഇങ്ങനെ തൊഴുതിട്ടുള്ള ആൾക്കാർ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് ഇത് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയുടെ തലേ ദിവസം തമ്പാനൂരും പരിസരത്തുമുള്ള ആ ഒരു തിരക്കും ബഹളമാണ്. ഞാൻ തമ്പാനൂർ മുതൽ ആറ്റുകാൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വഴിയിൽ കാണുന്ന കാഴ്ചകൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇത് കണ്ടില്ലേ, എന്തോരം ആൾക്കാരെ വന്ന് ഇറങ്ങുന്നതെന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നേരത്തെ കൂട്ടി തന്നെ വന്നിട്ട് പല സ്ഥലങ്ങളിൽ എവിടെയാണോ അവർക്ക് സ്ഥലം കിട്ടുന്നത് അവിടെ അവർ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് പൊങ്കാല ഇടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കും. വഴിയോര കച്ചവടക്കാർ നിറയെ ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ കലങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയാണ്. അന്നദാന സദ്യ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. ഇത് റോഡിന്റെ പല ഭാഗത്ത് ഇതുപോലെയുള്ള കൗണ്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പൊങ്കാല ഇടുന്ന ദിവസം ഹോട്ടൽസ് ഒക്കെ അവധിയായിരിക്കും. അപ്പോൾ ഈ പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടാനായിട്ട് ഇങ്ങനത്തെ കൗണ്ടേഴ്സ് അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ അസോസിയേഷൻ അല്ലെങ്കിൽ പല ക്ലബ്ബുകാർ ചേർന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യും. പല സ്ഥലത്ത് സിറ്റിയുടെ പല ഭാഗത്തും ഇതുപോലെയുള്ള അസോസിയേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ ഭാഗമായിട്ടോ ഇങ്ങനെ ഫുഡൊക്കെ വിതരണം ചെയ്യും. അപ്പോൾ അതിനുള്ള കൗണ്ടേഴ്സാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ തന്നെ ആ തിരക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കണ്ടോ, അതിഭയങ്കരമായ തിരക്കാണ്. ഇതിപ്പോൾ ഉച്ച സമയമാണ്, ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കും കൂടെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നദാനത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നിറയെ പോലീസുകാരാണ് ഇവിടെ.
ഇവർ വളരെ നല്ല രീതിയിലാണ് ഈ ക്രൗഡിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും ഭയങ്കരമായ തിരക്കുണ്ടെങ്കിലും എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പോലീസുകാരെല്ലാം വളരെ കൺട്രോൾ ചെയ്താണ് ആൾക്കാരെ അകത്തോട്ട് വിടുന്നത്. കുത്തിയോട്ടത്തിന് പങ്കെടുക്കാൻ നിൽക്കുന്ന കുട്ടികളെ കണ്ടോ? ഇവർ ഇത്രയും ദിവസം ഈ അമ്പലത്തിൽ തന്നെ താമസിച്ചിട്ടാണ് ഈ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ ആ ശില്പങ്ങളൊക്കെ കുത്തിവെച്ചേക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. ഉച്ച സമയമായിട്ടും ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിന് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇവിടെയും പോലീസ് റോപ്പൊക്കെ കെട്ടിയിട്ട് വളരെ കൺട്രോൾ ചെയ്താണ് ആൾക്കാരെ ദർശനത്തിന് വിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെ പൊങ്കാലയിടാൻ വരുന്നുണ്ട്. കണ്ടില്ല, നല്ല വയസ്സായിട്ടുള്ള മുത്തശ്ശിമാർ വരെ ഇവിടെയുണ്ട്. അമ്പലത്തിൻ്റെ പരിസരത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ബാഗൊക്കെ വെച്ച് ഇങ്ങനെ സ്ഥലമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. നേരം ഇപ്പോൾ രാത്രിയായി. ഞാൻ വീണ്ടും ഒന്ന് തമ്പാനൂർ സൈഡിലോട്ട് വന്ന് എന്താണ് ഇവിടുത്തെ തിരക്കൊന്നെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ കണ്ടോ? ഇവിടെ ആൾക്കാർ ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഈ ഫുട്പാത്തിൽ തന്നെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. കണ്ടില്ലേ, എല്ലാ ആൾക്കാരും ദൂര സ്ഥലത്തു നിന്ന് വന്നേക്കുന്ന ആൾക്കാരായിരിക്കണം ഇതെല്ലാം. കണ്ടില്ലേ, അവരെല്ലാം ഫുട്പാത്തിൽ കിടന്നുറങ്ങുന്നു. അവരുടെയൊക്കെ അടുപ്പ് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ശരിക്കും ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് പോകുന്നത്. എന്നാലും അവർക്ക് മനസ്സിന് വളരെയധികം സംതൃപ്തിയോടുകൂടിയായിരിക്കും അവർ തിരികെ പോകുന്നത്, അല്ലേ? അങ്ങനെ 9ാമത്തെ ദിവസം രാവിലെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിലെ പൊങ്കാല വിശേഷങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്ലാറ്റിലെ പൊങ്കാല ഇടുന്ന സ്ത്രീജനങ്ങളെല്ലാവരും വിളക്ക് കത്തിക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ 10:30 മണിക്കാണ് പൊങ്കാല അടുപ്പ് കത്തിക്കേണ്ടത്. അത് അമ്പലത്തിൽ നിന്നും അനൗൺസ്മെൻറ്റ് വരും. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ഈ വിളക്കിൽ നിന്നും ഓരോ അടുപ്പിലേട്ട് തീ പകരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ ഉള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും അവരുടെ കലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊങ്കാല ഇടാനായിട്ടുള്ള. അമ്പലത്തിൽ നിന്നുള്ള അറിയിപ്പിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ 10:30 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വന്ന അമ്പലത്തിൽ നിന്നും. അതനുസരിച്ച് എല്ലാ ആൾക്കാരും അവരവരുടെ അടുപ്പുകൾ കത്തിച്ചു തുടങ്ങി. സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്നത് അരിയും ശർക്കരയും വെച്ചുള്ള അരിപ്പായസമാണ്. പക്ഷേ ചില ആൾക്കാർ തെരളിയപ്പം, അതുപോലെ മണ്ടപ്പുറ്റ്, പിന്നെ ചില ആൾക്കാർ പച്ചരി വെച്ചിട്ട് ചോറ്, ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് പൊങ്കാലയ്ക്ക്. പലതരത്തിലുള്ള നേർച്ചകളുമായിട്ടാണ് ഓരോരുത്തർ വരുന്നത്. ചിലർ ഒരു കലത്തിൽ ഉണ്ടാക്കും, പൊങ്കാലയിടും. ചിലർ 3 കലം, 5, 101 കലം, അങ്ങനെ പല രീതിയിൽ പല നേർച്ചകൾ നേർന്നിട്ടാണ് സ്ത്രീജനങ്ങൾ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്.
എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വിറകടുപ്പിലൊക്കെ ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ച് പാചകം ചെയ്യുന്നത്. ഇപ്പം പിന്നെ എല്ലാ വീടുകളിലും ഗ്യാസ് സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ പൊങ്കാല പോലെയുള്ള സമയങ്ങളിലാണ് സ്ത്രീകൾ ഇങ്ങനെ പാചകം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ കലങ്ങളായിട്ട് ഇങ്ങനെ തിളച്ച് തൂവുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു അരിയൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ ഐറ്റംസ്, മെയിനായിട്ട് ശർക്കരയാണല്ലോ, അപ്പോൾ ശർക്കരയും അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഈ പായസം ഉണ്ടാക്കുന്ന കാഴ്ച ഒന്ന് കാണാം. ഈ പരിസരത്ത് മുഴുവൻ ഇപ്പം ഇങ്ങനെ ഒരു പ്രത്യേക തരം മണമാണ് കേട്ടോ. ഇങ്ങനെ ഓരോ അടുപ്പിലും ഇങ്ങനെ പായസം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും ഒരു കൊതി പിടിപ്പിക്കുന്ന ആ ഒരു മണമാണ് ഈ ഏരിയയിൽ മൊത്തം ഇപ്പം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും പായസം ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ അവിടെ കഷ്ടപ്പെട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ പാട്ടും പാടി രസിച്ചിരിക്കുമെന്ന് ആരും ധരിക്കരുത്. ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഇനി 2:30 മണിക്കാണ് അമ്പലത്തിൽ നിന്നും പൂജാരി വന്നിട്ട് ഈ എല്ലാ നിവേദ്യത്തിലും തീർത്ഥം തളിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പായസവും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ നിവേദ്യം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെളിയിലത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഉണ്ടോ, റോഡരികിലൊക്കെ ആൾക്കാർ ഇങ്ങനെ അടുപ്പ് കൂട്ടി പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു, ചിലർ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പല അസോസിയേഷനും ക്ലബ്ബും ഒക്കെ ഭക്ഷണവും അതുപോലെ കുടിക്കാനായിട്ടുള്ള വെള്ളം അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. നല്ല ചൂട് തെരളിയപ്പം കണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വണ്ടിയിൽ തണ്ണീർമത്തൻ്റെ ജ്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടോ. ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ. തെരളിയപ്പം, ചെറുപയർ, ചോറ്, മണ്ടപ്പുറ്റ്, അങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര പായസം ആണെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സംഗതികളും പല ആൾക്കാരും ഉണ്ടാക്കാറുണ്ട്. കൂടുതൽ പൊങ്കാല വിശേഷങ്ങൾ ക്യാമറയിലോട്ട് പകർത്താൻ വേണ്ടിയിട്ട് ഞാനും ശ്രീജിത്ത് സാറും കൂടെ പതുക്കെ സാറിൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഇറങ്ങി. എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഈ സമയത്ത് സ്കൂട്ടർ ഓടിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. പറ്റുന്ന ഭാഗത്തൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളൊന്ന് ഇറങ്ങിയേക്കുന്നത്. കൂടുതൽ സ്ഥലത്തും ഇങ്ങനെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഒരു വെയിലത്ത് ആൾക്കാർ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്.
ചില സ്ഥലത്തൊക്കെ ആൾക്കാർ തണൽ പിടിച്ചിരിപ്പുണ്ട്, പക്ഷേ എന്നാലും കൂടുതൽ സ്ഥലത്തും ആൾക്കാർ വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് കിള്ളിയാർ പാലമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ പൊങ്കാല ഇടില്ല. പാലത്തിൻ്റെ മറ്റേ സൈഡ് മുതലാണ് പൊങ്കാല ഇടുന്നത്. കണ്ടോ, ഇവിടെ വീണ്ടും നമുക്കിങ്ങനെ ക്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ക്ലബ്ബ്, അതുപോലെ അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, ഇവരെല്ലാ ആൾക്കാരും ഇങ്ങനെ അന്നദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ നീണ്ട ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നത്. MP അപ്പൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ നൽകുന്ന അന്നദാനമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഫ്ലാറ്റും ശരിക്കും പറഞ്ഞാൽ ഈ MP അപ്പൻ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നല്ല രീതിയിൽ തന്നെ അവർ എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം സമയം ഏകദേശം 2:30 മണി കഴിഞ്ഞു. അപ്പോൾ കൃത്യം 2:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നും പൂജാരി എത്തി എല്ലാ നിവേദ്യത്തിലും ആ പുണ്യതീർത്ഥം തളിച്ചു കൊടുത്തു. അങ്ങനെ ഈ പുണ്യതീർത്ഥം തളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ നിവേദ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പൊങ്കാല അർപ്പിക്കാൻ എത്തിയ സ്ത്രീജനങ്ങൾ വ്രതശുദ്ധിയോടുകൂടി പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം മടങ്ങിപ്പോകുന്ന കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്നേക്കുന്ന സ്ത്രീകളാണ് പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം അവരുടെ നിവേദ്യമൊക്കെ ആയിട്ട് പല പല ബസ്സുകളിൽ കയറാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണിത്. നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇവിടെ എല്ലാം പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇന്ത്യൻ റെയിൽവേസ് ഒരുപാട് സ്പെഷ്യൽ ട്രെയിൻസ് ഇട്ടിട്ടുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലും നല്ല തിരക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ട്രെയിനകത്തൊക്കെ നിറയെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരും പൊങ്കാല ഇട്ടിട്ട് മടങ്ങിപ്പോകുന്നവർ തന്നെയാണ്. ഇതേ പോലീസൊക്കെ ഇവിടെ ഇങ്ങനെ എസ്കലേറ്ററിൽ കയറാനായിട്ട് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എല്ലാ ആൾക്കാരും ഈ പൊങ്കാല ഇടാൻ വന്ന എല്ലാ ആൾക്കാരും വളരെയധികം സംതൃപ്തിയോടുകൂടി തന്നെയാണ് മടങ്ങിപ്പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ. അതിൻ്റെ വളരെ ഒരു ചുരുങ്ങിയ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ 10 ദിവസത്തെ ഉത്സവം മുഴുവനായിട്ട് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു കവറേജാണ് ഈ വീഡിയോയിലൂടെ കൊണ്ടുവന്നേക്കുന്നത്. അമ്പലത്തിൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ 3-4 ദിവസം പോയ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ പൊങ്കാല ആ ദിവസത്തിലുള്ള പൊങ്കാല എങ്ങനെയാണ് ഇടുന്നത്, ആൾക്കാർ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ള കാഴ്ചകളുമാണ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വരുന്ന സ്ത്രീജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. 2 പ്രാവശ്യം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പോയിട്ടുണ്ട്. അത്രയ്ക്ക് ജനസാഗരമാണ് ഇവിടെ വരുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.